കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിക്കുന്ന നയനയും കൂട്ടി ആദർശ് നേരെ പോകുന്ന റെസ്റ്റോറന്റിലേക്കായിരുന്നു. ആദ്യം ഫുഡ് കഴിക്കാം, ഫുഡ് കഴിച്ചിട്ട് മതി നമുക്ക് എവിടെയെങ്കിലും പോയി കുറച്ചു നേരം സംസാരിക്കാം, എന്നിട്ട് പോയാൽ മതി എന്ന് പറയാം. ഈ സമയം നയന പറഞ്ഞു, എനിക്ക് വിശക്കുന്നില്ല ആദർശേട്ടാന്ന് പറയണ. അതൊന്നും കുഴപ്പമില്ല, പുറത്തിറക്കിയമ്മ എന്തേലുമൊക്കെ ഫുഡ് കഴിച്ച കുറച്ച് സമയം വർത്താനം പറഞ്ഞിരിക്കുന്ന ബാന്നും പറഞ്ഞിട്ട് നയനെ കൂട്ടിക്കൊണ്ട് പോവാം. നയനയ്ക്ക് പിന്നെ മറുത്തൊന്നും പറയാനില്ലായിരുന്നു. കാരണം നയന ഒത്തിരി ആഗ്രഹിച്ച കാര്യമാണ് ആദർശേട്ടോട് ഇങ്ങനെ പുറത്തു പോകണം, കുറച്ചേരം സംസാരിക്കണം, ഇടയ്ക്കൊന്ന് ഫുഡൊക്കെ കഴിക്കണം, ഇങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോഴാണ് അതിന് സാഹചര്യ സമയമൊക്കെ ഒത്തു വന്നിരിക്കുന്നത്. ഒരു പക്ഷെ ആദർശേട്ടൻ ഇപ്പോഴായിരിക്കും തന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എന്താണെങ്കിലും കുഴപ്പമില്ല പോവാന്ന് വിചാരിച്ച് ആദർശനൊപ്പം നയന റെസ്റ്റോറന്റിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്നിരുന്നത് ഇപ്പം നയനയോട് ചോദിച്ചു, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടി നിൽക്കുക? എനിക്ക് എന്താളും കുഴപ്പമില്ല, ആദർശന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞു, എനിക്കും അത് മതിയെന്ന് പറയണം. അങ്ങനെ ആദർശ് ഫുഡൊക്കെ ഓർഡർ ചെയ്യുക, രണ്ടുപേരും കൂടെ ഫുഡൊക്കെ കഴിക്കുക. ഈ സമയത്ത് നയന പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ അനന്തപുരി വീട്ടിലെ ആരെയും ഇഷ്ടമെന്ന് അറിയാന്ന് ചോദിക്കുക. ഇതേട്ടപ്പോ ആദർശ് പറഞ്ഞു, ആരെയാ? അത് മുത്തശ്ശനാന്ന് പറയണം. ശരിക്കും പറഞ്ഞാല് മുത്തശ്ശനാണ് ആ കുടുംബത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത്. എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു മുത്തശ്ശന്മാരുണ്ടെങ്കിൽ ആ കുടുംബത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അത് നീ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്റെ മുത്തശ്ശനെ കാണുന്നത് ദൈവത്തെ പോലെയാ കാണുന്നത്. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ്. എന്റെ മുത്തശ്ശൻ പറഞ്ഞ ഞാൻ എന്തും അനുസരിക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ നയന അങ്ങനെ പറയണ്ടെന്ന് പറയാം. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എന്നെ എന്തോ ആക്കി പറഞ്ഞോലെ? ഒന്നുമില്ലാന്ന് പറയാം. എനിക്കറിയാം മുത്തശ്ശൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നോണ്ടല്ലേ നീ മുത്തശ്ശനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കാം. അതുകൊണ്ടൊന്നും അല്ല, മുത്തശ്ശന്റെ സ്വഭാവം തന്നെ കണ്ടില്ലേ. മുത്തശ്ശനറിയാം തെറ്റ് ചെയ്യുന്ന ആരാന്ന് ശരി ചെയ്യുന്ന ആരാന്ന്. അല്ലെങ്കിൽ എന്നെ ഇത്രയും കാലം ആ വീട്ടിൽ താമസിപ്പിക്കാനായിട്ട് ഒരു കാരണവശാലും മുത്തശ്ശൻ അനുവദിക്കില്ല. ഒരു തവണ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എന്നിട്ട് പോലും മുത്തശ്ശൻ എന്റെ തെറ്റ് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഞാൻ ചെയ്തതിൽ ഒരു നന്മയുണ്ടെന്ന് മുത്തശ്ശൻ അറിയായിരുന്നു. അല്ലെങ്കിൽ എമ്പണ്ട ഞാൻ ആ വീട്ടിൽ നിന്ന് പോണ്ട. ഞാൻ മാത്രമല്ല നവ്യേച്ചി, മുത്തശ്ശന്റെ കാരണം കൊണ്ട് മാത്രം ഞങ്ങളിവിടെ നിൽക്കണേന്ന് പറയാം. ഒരുപക്ഷെ മുത്തശ്ശന്റെ കാലശേഷം എനിക്ക് മിക്കവാറും ആ വീട്ടിൽ തുടരാൻ സാധിക്കില്ല എന്ന് എനിക്ക് അറിയാന്ന് പറയാം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, എന്നാ നീ അങ്ങോട്ട് തീരുമാനിച്ചെന്ന് ചോദിക്കും. അല്ല ആദർശാണ് അങ്ങനെയല്ലേ മുമ്പ് പറഞ്ഞിരിക്കണേ, മുത്തശ്ശന് അവിടെ ഉള്ളിടത്തോളം കാലം മാത്രമേ എനിക്കവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഓ, നല്ലൊരു ദിവസമായിട്ട് പുറത്ത് വന്നെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ലെന്ന് ചോദിക്കുക. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറയാം. ആദർശ് ഇടന്ന് വിഷയങ്ങൾ മാറ്റിവിടുക. ദേ കഴിച്ചിറങ്ങിയിട്ട് നമുക്ക് അവിടെ പോയി കടൽപ്പുറത്ത് അവിടെ പോയി കുറച്ചു നേരം കാറ്റ് കൊണ്ട് സംസാരിച്ചിട്ട് വീട്ടിൽ പോയാൽ മതി എന്ന് പറയാം. അല്ല അമ്മ പ്രശ്നം ഉണ്ടാക്കുമോ ചെന്ന് കഴിയുമ്പോ? എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട്? അച്ഛൻ നമുക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് കൂടെയില്ലേ, പിന്നെന്താ? പിന്നെ ഇതൊക്കെ പറയും. ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ഞാൻ കണ്ടതാ അമ്മേനെ കണ്ടു കഴിഞ്ഞപ്പോ ആദർശന്റെ മുട്ടിടിക്കുന്നത്. അതങ്ങനെയല്ല നയനെ. അതെ, ഞാൻ ഒറ്റ മോനാ, നിനക്കറിയാലോ. അപ്പൊ ആ ഒരു സ്നേഹം തന്ന അമ്മേനെ ഇത്രയും കാലം വളർത്തിക്കൊണ്ടെന്നേ. എനിക്ക് ശ്വാസം മുട്ടലൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ ആ ഒരു കെയറിങ് എപ്പോഴും തന്നുകൊണ്ടിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പം കുറച്ച് ചാറ്റൽ മഴയൊക്കെ ഉണ്ടല്ലോ, അമ്മയ്ക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പോയിട്ടുണ്ടെങ്കിൽ വല്ല ശ്വാസം മുട്ടലോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുള്ളേ. പക്ഷെ എനിക്ക് ആ പേടിയൊന്നുമില്ല കേട്ടോ. നീ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ വന്ന് ശ്വാസം മുട്ടൽ വന്ന ഒരു പേടിയില്ലെന്ന് പറയാ. നയന പെട്ടെന്ന് ചോദിച്ചു, അതെന്താ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇതിനു മുമ്പ് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായ സമയത്ത് നീ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതല്ലേ. അപ്പൊ എനിക്കറിയാം എനിക്കൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്റെ കൂടെ നിൽക്കുമെന്ന്. എനിക്ക് സന്തോഷമായി ആ പറയുന്ന കേട്ടപ്പോ. അപ്പൊ ആദർശാണ് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അമ്മേനെ പേടിച്ചിട്ടാണ് അതൊന്നും പുറത്ത് കാണിക്കാതിരിക്കുന്നത്. ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ട് ആളുടെ, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. ഇപ്പൊ പക്ഷെ പ്രകടിപ്പിക്കാൻ കാരണം ഒരു പേടിയുണ്ടെന്ന് തോന്നുന്നു. താൻ ഇനിയും വീട്ടിലേക്ക് തിരികെ പോവോ? അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ താൻ തിരികെ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നത്. നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ ആ സമയത്ത് നയനയുടെ ഉള്ളിലേക്ക് ചില ചിന്തകൾ കടന്നു വരുന്നുണ്ട്. അനിയെക്കുറിച്ചും നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണോ? താൻ ആദർശം കൊണ്ട് മറച്ചു വെച്ചിരിക്കുക. ആദർശാണ് തന്നിലൊരു വിശ്വാസമുണ്ട്, പക്ഷെ വേണ്ട, അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് വേദനിക്കും. ഇനിയിപ്പൊ താനായിട്ട് ആ പ്രശ്നം പറഞ്ഞ് വലിയ പ്രശ്നമാക്കി മാറ്റണ്ട. അനിയുടെ മനസ്സിൽ നിന്ന് നന്ദു പോവെങ്കിൽ പോട്ടെ, അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇനി അപ്പൻ എന്തേലും തീരുമാനം അവൻ എടുക്കുവാണെങ്കിൽ മാത്രം ആദർശനോട് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു തീരുമാനത്തിൽ നയനെ എത്തുന്നുണ്ട്. ഈ സമയം കലിപൂണ്ട് ഹാളിലിരിക്കുവാണ് ദേവേനി. ജയനങ്ങ് മുറിയിലേക്കും കയറിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രണ്ടെണ്ണം കൂടെ പുറത്തു പോയേക്കുക. തന്റെ വാക്കിന് ഒരു വിലയില്ല, പുല്ല് വില കൽപ്പിച്ചിട്ടാ പോയേക്കുന്നത്. വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് ജലജ അങ്ങോട്ട് വന്നു. ജലജ വന്നിട്ട് ചോദിച്ചു, അല്ല ഏട്ടത്തെ ഇതിലായിട്ടും കിടന്നിട്ടില്ലേന്ന് ചോദിക്കുക. കിടന്ന പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുമെന്ന് ചോദിക്കുക. അല്ല സാധാരണ ഈ സമയത്ത് പോയി കിടക്കണ, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയും. അല്ല എന്തു പറ്റി? മോഹം എന്താ വല്ലായിരിക്കണ നിക്ക്? ഒന്നുമില്ലാന്ന് പറയാം. എന്താ കാര്യമായിട്ടുണ്ടല്ലോ, എന്താ പ്രശ്നമുണ്ടല്ലോ, എന്താന്ന് ചോദിക്കുക. അതെല്ലാം ആദർശ നയനം പുറത്തു പോയേക്കുക, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കണേന്ന് പറയും.
ഓ അങ്ങനെ വരട്ടെ, അപ്പൊ അതാണ് കാര്യം. അല്ല അവരെന്തിനാ ഈ പാതിരാത്രി പുറത്തു പോയെന്ന് ചോദിക്കാം. അതെന്താ അവൾക്ക് എന്തോ നായനക്ക് എന്തോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞു. എന്നാ അത് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതല്ല, അത് എന്തിനു പോയതാണെന്നറിയോ? മിക്കവാറും അത് പോയിരിക്കുന്ന പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനൊക്കെ ആയിരിക്കും. ഏട്ടത്തിനെ പറ്റിച്ചിട്ട് പോയതല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞേ, അങ്ങനെ എന്നോട് കള്ളത്തരൊന്നും ആദർശ് പറയില്ലാന്ന് പറയാം. എന്നാ കണ്ടു, വരുമ്പോ നോക്കിയിരുന്നു, നമുക്കറിയാം സാധനങ്ങൾ വാങ്ങാൻ പോയതാണോ അതോ ഇനിയിപ്പോ വേറെന്തെങ്കിലും കാര്യത്തിന് പോയതാണെന്ന്. പണ്ടത്തെ സ്വഭാവമൊന്നുമല്ല ആദർശന് സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് ഏട്ടത്തിന്ന് പറയാം. അവളുണ്ടല്ലോ ആ നയന, അവൾ എല്ലാത്തിനും കാരണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷെ നമുക്ക് അവളെ വിമർശിക്കാൻ പറ്റില്ല. കാരണം ഈ കുടുംബത്തിന് നല്ലത് ഉണ്ടായിട്ടുള്ളൂ. അവൾ ആ ഡിസൈനൊക്കെ വരച്ചു കൊടുത്തോണ്ട് എത്ര എത്ര കോടി രൂപയുടെ ലാഭമാണ് ഈ കുടുംബത്തിന് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവളെ അങ്ങനെ തള്ളി പറഞ്ഞു കൂടാന്ന് പറയാം. അതെ അതെ, അവൾക്ക് ആ ഒരു കഴിവുള്ളതുകൊണ്ടല്ലേ അവളെ ഈ കുടുംബത്തിൽ തന്നെ വെച്ച് പൊറപ്പിച്ചോണ്ടിരിക്കുന്ന എല്ലാരെന്ന് പറയാം. ഏയ് അങ്ങനെ പറയരുത്, നിനക്കറിയാലോ അച്ഛന്റെ കാര്യം. അച്ഛന് അവളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അച്ഛന് അറിയാം അവളുടെ മനസ്സിന് ചിലപ്പോൾ നന്മകളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും. പക്ഷെ അവളോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. പക്ഷെ എങ്കിൽ ഈ ആദർശനെ ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ടല്ലോ ഓരോന്ന് പറഞ്ഞ്, എനിക്ക് അതാണ് ഒട്ടും ഇഷ്ടപ്പെടാത്ത. അവളുടെ രീതിക്ക് ആദർശനെ കൊണ്ടുപോകുന്നേ. കാരണം ഞാൻ ഇത്രയും കാലം ആദർശനെ വളർത്തിയൊരു ചിട്ടയിലാണ്. അപ്പൊ ആ രീതിയിൽ ആദർശന് ഒരു മാറ്റം വന്നെങ്കിൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത. അല്ലാതെ എനിക്ക് അവളോട് പ്രത്യേകിച്ച് ദേഷ്യം കാര്യമൊന്നുമില്ല. എനിക്ക് അവളോട് വിമർശിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടൻ പറഞ്ഞു, ഇത് തന്നെ ഞാൻ പറഞ്ഞേ, അവളൊരു നല്ല കാര്യം ചെയ്തപ്പോ അവളെ പൊക്കി പിടിച്ചോണ്ട് ഈ കുടുംബത്തിലെല്ലാവരും നടക്കുക. പക്ഷേങ്കിൽ അവൾ അത് ആ സമയം മുതലെടുത്ത് കണ്ടില്ലേ, അപ്പൊ ആദർശനെ വരെ അവളുടെ വരുതിക്ക് കൊണ്ടുവന്നു. ഇപ്പൊ കണ്ടില്ലേ, ആദർശ് ഒരു വാക്ക് പോലും ഏടത്തിയോട് പറഞ്ഞിട്ടാണ് പോന്നെ ചോദിക്കും. അല്ല പോകാൻ സമയത്ത് പറഞ്ഞായിരുന്നു, അത് പോകാൻ വന്നപ്പോ ഒരു പക്ഷേങ്കിൽ ഏട്ടത്തി ഉറങ്ങി കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചായിരിക്കും ഇത്ര സമയം താമസിച്ചേ. ഏട്ടത്തി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴായിരിക്കും ഏട്ടത്തി ഉറങ്ങിയില്ലാന്ന് കണ്ടേ, അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് പോയതാ. അല്ലാതെ ഏട്ടത്തിയോട് പറഞ്ഞിട്ട് പോകുന്ന ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഏട്ടൻ ദേവേന് പറഞ്ഞു, അങ്ങനെയൊന്നും ആദർശ് പോയില്ലാന്ന് പറയാം. ഏട്ടത്തിയുടെ വിശ്വാസം ഏട്ടത്തിന്റെ രക്ഷിക്കട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാന്ന് പറയാം. ദേവേനിക്ക് വല്ലാത്ത ടെൻഷനായി. ഇനിയിപ്പോ ഇവള് പറഞ്ഞൊക്കെ സത്യമായിരിക്കോ? ആദർശം വല്ലാത്ത മാറ്റമുണ്ട്. അവൾ ആ രണ്ടാമത് വീട്ടിൽ പോയി ആദർശ തിരികെ കൊണ്ടുവന്നതിന് ശേഷം താൻ പറയുന്ന പോലെ ഒന്നും അവൻ അനുസരിക്കുകയില്ല. കാരണം അവൾക്കാണ് അവള് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നവന്. ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ലെന്ന് ദേവേനും മനസ്സിൽ കരുതുക. പിന്നീട് ആദർശം നേരെ കടപ്പുറത്തേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് കുറച്ചേരം കടൽക്കാറ്റൊക്കെ കൊണ്ട് സംസാരിച്ചിരിക്കാന്ന് വിചാരിച്ച് അവര് പോണേ. അങ്ങനെ നയനക്ക് ഭയങ്കര സന്തോഷമായി. നയന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ആദർശന് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളേ. അങ്ങനെ അവിടെ പോയി സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തില് നയന പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെയൊക്കെ വന്ന് കുറച്ചേരം സംസാരിച്ചിരിക്കണം എന്നൊക്കെ. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതെങ്ങനെയാ? വീട്ടിലാണെങ്കിൽ എപ്പോഴും നീ വഴക്കല്ലേന്ന് ചോദിക്കും. വഴക്കുണ്ടാക്കുന്നതാണോ ആദർശേട്ടാ? ആദർശേട്ടൻ ഒന്ന് ഓർത്ത് നോക്കിയേ, എനിക്ക് രാവിലെ എഴുന്നേറ്റുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ആ വീട്ടിൽ എന്തെങ്കിലും ജോലികളായിരിക്കും. പിന്നെ പുറത്തു പോകാന്ന് പറഞ്ഞാൽ ആദർശൻ എന്നെ കൊണ്ടായി മാത്രമല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടപ്പോ ആദർശം ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് അവരാ കാഴ്ച കാണുന്നേ. കല്യാണിയും കിരണും കൂടെ അങ്ങോട്ട് വരുന്നേ. അവരെ കണ്ടതും പെട്ടെന്ന് നയനും അതെ കല്യാണിയും കിരണും ഉള്ളൂ എന്ന് പറയാണ്. പിന്നീട് അവരങ്ങോട്ട് ചെല്ലുവാണ്. ആഹാ ഇത് കൊള്ളാലോ, രണ്ടുപേരും കൂടെ എന്താ പതിവിലും വിപരീതമായിട്ട് ഇറങ്ങിയേക്കുന്ന ആദർശനോട് നയനോടും ചോദിക്കുക. അപ്പൊ ആദർശനി വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പം നയനയും കൊണ്ടൊന്ന് ചുറ്റിക്കറങ്ങാന്ന് വിചാരിച്ച് വന്നാന്ന് പറയണ. പിന്നീട് അവർ സംസാരിക്കുകയാണ്. അപ്പൊ കല്യാണി പറഞ്ഞു, ബാ നയനെന്ന് പറഞ്ഞ് നയനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് സംസാരിക്കാനായിട്ട്. ഈ സമയത്ത് ആദർശം കിരണും കൂടെ പോയിരുന്ന് സംസാരിക്കുക. ആദർശനോട് ചോദിച്ചു, അല്ല എന്ത് പറ്റി നിനക്ക്? എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല ഇതൊന്നും നീ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ. ഇങ്ങനെയൊക്കെ നീ നയനെ പുറത്തു കൊണ്ടിരുന്ന് ഞാൻ ആദ്യമായിട്ട് കാണുമെന്ന് പറയാ. ഇത് കേട്ടപ്പോ ആദർശൻ, അങ്ങനെയൊന്നുമില്ല, വെറുതെ നീ കള്ളത്തരൊന്നും പറയണ്ട. എനിക്കറിയാം, എന്നോട് കല്യാണി എല്ലാം പറയാറുണ്ട്, നയന കല്യാണിയുടെ എല്ലാ കാര്യങ്ങളും പറയാറുണ്ടെന്ന് പറയാം. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ എന്ന് ചോദിക്കോ. ഇത് കേട്ടപ്പോ ആദർശ് ചോദിച്ചു, ട്രിപ്പോ എങ്ങോട്ട്? അല്ല നിനക്ക് സമ്മതാണേ മതി, നീ നയനോടും കൂടെ ആലോചിച്ചിട്ട് നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം, നമ്മുടെ രണ്ട് ഫാമിലി തന്നെ. എങ്ങനെയുണ്ട്? ഒരു പക്ഷേങ്കിൽ നീ നയന ഇതിലായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹണിമൂൺ ട്രിപ്പും കൂടെ ആവും, എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ആദർശം ഒന്ന് ആലോചിച്ചു. കാര്യമൊക്കെ ശരി തന്നെയാ, പക്ഷേങ്കില് എങ്ങനെയാ നീ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയാം. ശരിയെന്ന് പറയാം. പിന്നീട് അവരുടെ യാത്ര പറഞ്ഞ് കിരണും കല്യാണിയും കൂടെ പോവാണ്. ഈ സമയത്തെല്ലാം ആദർശന്റെ മനസ്സിൽ കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് കുറെ സമയം കൂടെ അവർ ചെലവഴിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് തിരികെ എത്തുന്നത്. ഈ സമയം ദേവേന് കുറെ സമയം കാത്തിരുന്നതിന് ശേഷം ദേവേനെ പോയി കിടന്നുറങ്ങിയായിരുന്നു. ദേവയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്ര സമയമായിട്ട് അവർ വീട്ടിൽ തിരിച്ചെത്താത്തതുകൊണ്ട്. അപ്പൊ ദേവേനിക്ക് മനസ്സിലായി ഒന്നെങ്കിൽ അവർ സിനിമ കാണാൻ പോയതാ, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടോ പോയിട്ടുണ്ടെന്ന്. അങ്ങനെ വീട്ടിൽ വന്ന് നയനെ ആദർശം കിടക്കുവാണ്.
അപ്പൊ പതിവ് പോലെ തന്നെ കിടന്നു. നയന കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ നയനയും കൂടി കിടന്ന് ഉറങ്ങുവാണ്. പക്ഷെ ആദർശം എന്തോ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു വീർപ്പുമുട്ടല്. കിരൺ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെയായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹണിമൂണും കൂടെ ആവുമല്ലോ, ഒരു യാത്ര പോയാലോ. അപ്പൊ അതിനെക്കുറിച്ച് ഇവളോട് സംസാരിച്ചാലോ? ഇവളെങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുന്നത്? ഇവൾക്ക് വരാൻ ഇഷ്ടമായിരിക്കും, പക്ഷെ അമ്മ എന്ത് പറയും? അതൊക്കെ ഓർത്തപ്പോ ആദർശം ആകെ ടെൻഷനായി. അങ്ങനെ പിന്നീട് ആദർശം നയനെ തന്നെ നോക്കിക്കിടക്കുക. അപ്പൊ ആദർശം നയനോട് ഇഷ്ടമൊക്കെ തോന്നി. തന്റെ ഭാര്യയല്ലേ ഇവള്. അപ്പൊ ആദർശന്റെ മനസാക്ഷി എന്നെ ആദർശനോട് പറയാൻ തുടങ്ങി, എടാ നിന്റെ ഭാര്യ അടുത്ത് കിടക്കുന്നേ, നീ എന്നാ അവളോട് സ്നേഹം പോലും കാണിച്ചില്ല ഇത്രയും കാലമായിട്ടും. നീ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിങ്ങൾ ജീവിച്ചിട്ടില്ലല്ലോ, ഇനി എന്തിനാടെന്നൊക്കെ മനസാക്ഷി എന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദർശം ഓർത്ത് ഇവിടെ ഒന്ന് കെട്ടിപ്പിടിച്ചാലോ അങ്ങനെയൊക്കെ വിചാരിക്കുക. പിന്നെ രണ്ടും കൽപ്പിച്ച് ആദർശം എന്ത് ചെയ്യണം, നയനയുടെ മേത്തേക്ക് കൈയെടുത്ത് വെച്ച് നയനെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് ആദർശം പതുക്കെ അങ്ങോട്ട് കിടന്നുറങ്ങി. അങ്ങനെ പാതിരാത്രി കഴിഞ്ഞപ്പോൾ അതിന് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ആദർശേടൻ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടോ. ഈ കാഴ്ച കണ്ട് നയനയുടെ കണ്ണ് നിറഞ്ഞു. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി ആദ്യമായിട്ടാണ് ആദർശേട്ടൻ തന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന ഇങ്ങനെ, അതും ബെഡിൽ കിടന്നിട്ട്. അതൊക്കെ ഓർത്തിട്ട് നയനയ്ക്ക് വല്ലാത്ത സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ഇനിയിപ്പോ ബാക്കി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഫുൾ വിശേഷം വന്നാൽ മാത്രം നമുക്ക് അറിയത്തില്ല കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരു കാര്യം ഉറപ്പാ, ഇനിയിപ്പൊ ആദർശന് അധിക ദിവസം നയനെ ഇങ്ങനെ പിരിഞ്ഞിരിക്കാനായിട്ട് പറ്റത്തില്ല. പിരിഞ്ഞിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയന തന്റെ ഭാര്യ എന്നുള്ള സത്യം ഇനിയിപ്പൊ ആദർശം ഉൾക്കൊള്ളും. അവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ തുടങ്ങും. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.